വയോധികയെ കെട്ടിയിട്ട് സ്വർണവും പണവും അപഹരിച്ച സംഭവത്തിൽ കൊച്ചുമകനും പെൺസുഹൃത്തും പിടിയിലായി. ഇടുക്കി നടുമുറ്റത്ത് പട്ടാപ്പകൽ വീട്ടിൽ കയറിയാണ് വയോധികയെ കെട്ടിയിട്ട് പണവും സ്വർണവും കവർന്നത്. വയോധിക മറിയക്കുട്ടിയുടെ കൊച്ചുമകൻ സൈബു തങ്കച്ചനും സുഹൃത്ത് അനില ജോസുമാണ് പിടിയിലായത്. കഴിഞ്ഞ 16-നാണ് നടുമുറ്റം പാലക്കുന്നിൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. രാവിലെ 9:30-ഓടെയായിരുന്നു സംഭവം. ടോമിയുടെ മാതാവ് മറിയക്കുട്ടി മാത്രമായിരുന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. 2 സ്ത്രീകൾ ഉൾപ്പെടുന്ന 3-അംഗ സംഘമാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ അതിക്രമിച്ച് കയറിയ സംഘം മറിയക്കുട്ടിയെ തുണി ഉപയോഗിച്ച് ഊണുമേശയിൽ കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് മറിയക്കുട്ടിയുടെ വിരലിലുണ്ടായിരുന്ന 8 ഗ്രാം തൂക്കം വരുന്ന 3 മോതിരങ്ങൾ ഊരിയെടുക്കുകയും അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന 3000 രൂപയും കവർന്നു. ഇതിനിടയിൽ കെട്ടഴിച്ച് പുറത്തേക്ക് ഓടിയ മറിയക്കുട്ടി ഒച്ചവെച്ച് ആളെ കൂട്ടുകയായിരുന്നു. തുടർന്ന് രാജാക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം മണർകാട്ടുള്ള വാടക വീട്ടിൽ നിന്ന് സോണി എന്ന് വിളിക്കുന്ന സരോജയെ പോലീസ് പിടികൂടുകയായിരുന്നു. ഇവിടെയുള്ള ആളുകളായിരിക്കും ചുറ്റിപ്പറ്റി എന്ന അന്വേഷണം ആദ്യം പോകാനിരുന്നത്. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞിട്ടും ഇവിടെ നിന്ന് ഒരു ഇത് ആർക്കും ഇവിടുത്തെ പിള്ളേരൊന്നും അല്ലെന്ന് ഇവിടെ അയൽവക്കത്തുള്ളവരൊക്കെ അന്വേഷിച്ചിട്ടൊന്നും നമുക്കൊന്നും കിട്ടിയില്ല. പിന്നെ നാട്ടിൽ അവരിങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ നമ്മൾ ആ വഴിക്ക് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ആണ് ഇവന് ഇതിന് പങ്കുണ്ടെന്ന് അറിയണത്. അങ്ങനെയാണ് അവർ പോയി പിടിക്കുകയും കൊണ്ടുവരുന്നതും. അങ്ങനെ കാരണം അവൻ ആ രീതിയിൽ അമ്മച്ചിനെ പിടിച്ച് കെട്ടിയിടുകയും ചിലപ്പോൾ ഈ നല്ല കൊലപാതകം നടത്തി എന്ത് ചെയ്യും. അങ്ങനെയൊക്കെ ഒരു എത്ര ഇത് കാണിച്ചപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പിടിച്ച് കെട്ടിയിടുകയും കൊല്ലുന്നു പറഞ്ഞാൽ 23 പ്രാവശ്യം വെച്ചതാകും. സരോജയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മറിയക്കുട്ടിയുടെ മകളുടെ മകനിലേക്ക് അന്വേഷണം എത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊച്ചുമകനായ പന്നിയാർകുട്ടി കൊല്ലിപ്പള്ളിയിൽ സൈബു തങ്കച്ചനും കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ പെൺസുഹൃത്തും പോലീസ് പിടിയിലായി. കൊച്ചുമകനാണ് ഇതിന് പിന്നിലെന്നറിഞ്ഞത് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മറിയക്കുട്ടി പറഞ്ഞു. എടുത്ത മാല ഊരിയെടുത്ത് മോതിരമെല്ലാം ഊരിയെടുത്ത് ആ പെട്ടിയിൽ വിടുവാൻ്റെ സ്വർണ്ണം ഇരിപ്പോട്ടാണ് കമ്മൽ അതും എല്ലാം എടുത്ത് ഇച്ചിരി പൈസയും ഉണ്ടായിരുന്നു. മൊത്തം തരുവ എന്തെങ്കിലും ചെയ്യട്ടെ മക്കളെ. അമ്മ പേടിച്ചു പോയി. അമ്മ വിറച്ചിട്ട് അമ്മയ്ക്ക് നടക്കുന്നില്ല മക്കളെ. ഭയങ്കര വിഷമമായി പോയി. കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല ഇന്നലെ. എറണാകുളത്ത് ദൂരെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അമ്മ കൊല്ലാൻ വിട്ടപ്പോൾ എന്നാ ചെയ്യുന്ന മാനെ വെട്ടി ശവം കാണുമെന്ന് അറിഞ്ഞ് 2-3 പ്രാവശ്യം അരിവായും കഴുത്താൽ കൊണ്ടുവച്ചു. അമ്മ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിടിച്ച് കിട്ടിയിട്ടേച്ചു. ഇതുപോലെ അമ്മയ്ക്ക് പ്രതീക്ഷയില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുമെന്ന്. പാലക്കാട് നിന്നുമാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നും പോലീസ് അറിയിച്ചു. പ്രതികളെ അടിമാലി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കുമളി.